അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം തന്നെ ഞാൻ പറയുന്നു, എൻ്റെ ഈ വോയിസ് നിങ്ങൾ കേൾക്കുന്നതിൻ്റെ മുമ്പ് സത്യവിശ്വാസികളോടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാത്ത ആളുകൾക്ക് ഞാൻ പറയുന്നത് എതിരായിരിക്കും. ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിലെ രോമങ്ങൾ വെള്ളയായി മാറുന്നതിനാണ് നെര എന്ന് പറയുന്നത്. പ്രായം കൂടുമ്പോഴാണ് നെര ബാധിക്കാറ്. എന്നാൽ ചിലർക്ക് പ്രായം അധികരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നെര ബാധിക്കാറുണ്ട്. എന്നാൽ ചിലർക്ക് എത്ര വയസ്സായാലും നെര ബാധിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ഭംഗിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. കറുത്ത മുടി, കറുത്ത താടി, അതാണല്ലോ ഭംഗി. എന്നാൽ മുടി കറുത്തതുപോലെ മനുഷ്യൻ്റെ ശരീരം കറുക്കുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും മുടിയും താടിയും കറുപ്പാകണം, അതാണല്ലോ ഭംഗിയും. എന്നാൽ മുടിയും താടിയും നരക്കുമ്പോൾ അത് ഭംഗിയാണെന്ന് കരുതി കറുപ്പിക്കുവാൻ പാടുണ്ടോ? ഒരു സത്യവിശ്വാസിയോടാണ് ഞാൻ പറയുന്നത്. ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? എന്നാൽ നെര ബാധിക്കുമ്പോൾ നമുക്ക് വയസ്സാകുകയാണ് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. മാത്രമല്ല, എൻ്റെ മരണത്തിലേക്ക് അടുക്കുന്നു എന്ന് അവന് ഓർക്കുന്നു. അത് കാരണം തെറ്റ് ചെയ്യാതിരിക്കുവാനും ധാരാളം അള്ളാഹുവിനെ ഓർക്കുവാനും സാധിക്കുന്നു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന, സർവ്വസുഖങ്ങളെയും തകർക്കുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണേ എന്ന്. മുടിയും താടിയും കറുപ്പിച്ച് നടക്കുന്നവന് എങ്ങനെ മരണം ഓർക്കാൻ കഴിയും? മഹാനായ ഇബ്നു റജബ് റഹ്മഹുല്ല പറഞ്ഞു, നെര ബാധിച്ചു തുടങ്ങിയവർ ഗർഭകാലം പൂർത്തിയായി പ്രസവം പ്രതീക്ഷിച്ചിരിക്കുന്ന ഗർഭിണികളെപ്പോലെയാണ് എന്ന്. കാരണം മരണമാണ് അവർക്ക് ഇനി കാത്തിരിക്കാനുള്ളത്. എന്നിട്ടും അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന മനുഷ്യർ ഓർക്കുക നമ്മുടെ അവസ്ഥ. സത്യവിശ്വാസികളെ സംബന്ധിച്ച് നെര വരുന്നത് തന്നെ പ്രതിഫലമാണ്. നെര പറിച്ചു നീക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നെര മുസ്ലിമിൻ്റെ പ്രകാശമാണ് എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നെര പറിച്ചെടുക്കരുത്, കാരണം അത് മുസ്ലിമിൻ്റെ പ്രകാശമാണ്. ഇസ്ലാമിന് വേണ്ടി നരക്കുന്ന മുസ്ലിമിന് അതുമൂലം നന്മ എഴുതുകയും പദവി ഉയർത്തപ്പെടുകയും പാപം മായ്ച്ചു കളയും ചെയ്യും. എന്നാൽ നെര ബാധിച്ചാൽ നിറം കൊടുക്കൽ സുന്നത്താണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, മക്ക വിജയ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫയെ കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തലയും താടിയും നല്ലോണം വെളുത്തിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളതിന് ചായം കൊടുക്കൂ. എന്നാൽ ശ്രദ്ധിക്കണേ, വജിത്തനിബു സവാദ്, കറുപ്പ് ചായം നിങ്ങൾ ഒഴിവാക്കൂ, അത് വെടിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി എന്താണ് സംശയം? നബി പറയുന്നു, കറുപ്പ് ചായം കൊടുക്കരുത് എന്ന്. അപ്പോൾ കറുപ്പല്ലാത്ത നിറമാണ് കൊടുക്കേണ്ടത്. കറുപ്പ് കൊടുക്കുക, കറുപ്പ് ചായം കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുത് എന്ന് പറഞ്ഞതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മൈലാഞ്ചിയും കത്തുമും, കത്തും എന്ന് പറഞ്ഞാൽ ഒരു തരം ചെടി ഉപയോഗിച്ച് ചായം പൂശാറുണ്ടായിരുന്നു. ഒരവസരത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തുകൂടെ മൈലാഞ്ചി കൊണ്ട് കത്തം ചെടി ഇല കൊണ്ടും ചായം കൊടുത്ത ഒരാൾ നടന്നു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അതിനേക്കാൾ നല്ലത്. മഞ്ഞ വർണ്ണം കൊടുത്ത ഒരാളെ കണ്ടപ്പോൾ എല്ലാത്തിനേക്കാളും നല്ലത് ഇതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, നരച്ച മുടിക്ക് ചായം കൊടുത്ത് ജൂത ക്രൈസ്തവർക്ക് എതിരാകണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ യഹൂദ വൻ നസ്വാറ ലാ യസ്ബഊന ഫഖാലിഫുഹും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരച്ച മുടിക്ക് ചായം കൊടുക്കുക ജൂത ക്രൈസ്തവർ ചായം കൊടുക്കാറില്ല, നിങ്ങൾ അവർക്ക് എതിരാകണം. എന്നാൽ ഇത്രയും പറയാൻ കാരണം നമ്മുടെ ആളുകൾ ചായം കൊടുക്കുന്നത് നബി പറഞ്ഞ പ്രകാരമല്ല. പ്രവാചകൻ പറഞ്ഞതിന് എതിരായി കറുപ്പ് ചായം കൊടുക്കുന്നു. മുടി കറുപ്പിക്കൽ ലോകാവസാനത്തിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, യകൂനു ഖൗമുൻ യഖ്ലിബൂന ഫി ആഖിരി സമാനി ബിസ്സവാദി കഹവാസിലിൽ ഹമാം. ഇബ്നു അബ്ബാസ് നിവേദനം, നബി പറഞ്ഞു, എന്ത് ലാ യരീഹൂന റായിഹത്തൽ ജന്ന. ഈ ഹദീസിൻ്റെ അവസാനം കാണാം. ഇബ്നു അബ്ബാസ് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലാവസാനത്തിൽ ഒരു വിഭാഗം ആളുകൾ പ്രാവുകളുടെ മേട പോലെ, അഥവാ മുടികുറ്റി വെളുത്തതും അഗ്രഭാഗം കറുത്തതുമായ രീതിയിൽ കറുപ്പ് വർണ്ണം കൊടുക്കുന്നവരായിരിക്കും. എന്നിട്ട് പറഞ്ഞു, ലാ യരീഹൂന റായിഹത്തൽ ജന്ന. അവർക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കില്ല. ഈ ഹദീസ് പറയുന്നത് എത്ര ഗൗരവമാണ്. ഇനി ചിന്തിക്കൂ, മുടി കറുപ്പിക്കണോ എന്നത്. ഇബ്നു റജബ് റഹ്മഹുല്ല പറഞ്ഞില്ലേ, നരവന്ന് തുടങ്ങിയവർ ഗർഭകാലം പൂർത്തിയായി പ്രസവം പ്രതീക്ഷിച്ചിരിക്കുന്ന ഗർഭിണിയെപ്പോലെയാണ് എന്ന്. അതുകൊണ്ട് ഒരു മുസൽമാന്, ഒരു സത്യവിശ്വാസിക്ക്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും പ്രവാചകൻ്റെ വാക്ക് കേൾക്കുകയും പ്രവാചകനെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സത്യവിശ്വാസിക്ക് മുടി കറുപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ മുടി കറുപ്പിക്കുന്ന ആളുകളോട് പ്രവാചകൻ ഇഷ്ടപ്പെടുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കറുപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. എന്നാൽ അറിവുള്ള ആളുകളും പല ആളുകളും പല ഞൊണ്ടിനായങ്ങളും പറഞ്ഞുണ്ടാക്കി പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തിയ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ ഒരു കുറ്റകൃത്യത്തെ പ്രേരിപ്പിക്കുകയും അതിന് കുഴപ്പമില്ല എന്ന് പറയുകയും താടിയും മുടിയും കറുപ്പിച്ച് 60, 70, 75, 80 വയസ്സായ ആളുകൾ വരെ കുട്ടപ്പന്മാരെപ്പോലെ നടക്കുന്നു. എന്തൊരത്ഭുതമാണിത്! അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന സത്യവിശ്വാസികൾ ചെയ്ത തെറ്റിന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി, ഇനി ഈ ഒരു മാരകമായ കുറ്റം ഞാൻ ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയണം എന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.